ടി വി ഓൺ ചെയ്ത് അവിടെ ഇരിക്കുമ്പോൾ. അപ്പോൾ നോക്കുമ്പോൾ 24-ൽ ഇത് കാണുന്നു. ഒരു സഹോദരി കരയാണ്, ഞങ്ങൾക്ക് മരണമാണ് മാർഗം, യാതൊരു നിവൃത്തിയില്ല, വീട്ടിൽ കയറിയില്ലെങ്കിൽ ഞങ്ങൾ മരിക്കും. മനുഷ്യൻ്റെ മൈൻഡ് എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ദുഃഖം കൊണ്ട് ഒരു പക്ഷേ അവരങ്ങനെ പറഞ്ഞതാവാം, ഒരു പക്ഷേ അങ്ങനെ ചിലപ്പോൾ ചെയ്യാൻ പോകാതിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യൻ്റെ മനസ്സാണല്ലോ. ഞാൻ ഉടനെ തന്നെ എൻ്റെ കൂടെയുള്ള ഷാഹിദിനോട് പറഞ്ഞു, ഉടൻ തന്നെ സ്വരാജിനെ കണക്ട് ചെയ്യും. അപ്പോൾ നോക്കുമ്പോൾ സ്വരാജ് ഫോൺ എടുക്കണില്ല. പിന്നെ നമുക്ക് ആരെ വിളിക്കേണ്ടത്? അപ്പോൾ സ്വരാജ് മടക്കി വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ സ്വരാജ് നീ എവിടെയാണ്? ഞാൻ ജിമ്മ. ഓ നന്നായി, ശരീരമൊക്കെ നല്ല സ്ട്രോങ് ആക്ക്. ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രശ്നമുണ്ട്, ഉടൻ തന്നെ എസ്കനെ വിളിക്കണം, എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് രാത്രി പോയി ആ സഹോദരനെ മക്കളെ വീടിൻ്റെ ഉള്ളിൽ താമസിപ്പിച്ചിട്ട് മാത്രമേ നീ നിൻ്റെ വീട്ടിലേക്ക് വരാൻ പാടുള്ളൂ. അതിന് നീ കാലത്ത് ഓഫീസിൽ വരണ്ട. സ്വരാജിനാണ്, ഞാൻ ലുലുന്നാ വിളിക്കുന്നത്. നിങ്ങളുടെ വാർത്ത നമ്മുടെ യൂസഫ് അലി സാർ കണ്ടപ്പോഴേ നിങ്ങളുടെ ബാങ്ക് ലോൺ അടക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് എത്ര വരും ടോട്ടല്? 8 ലക്ഷമാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ അവരോട് സംസാരിച്ചോളൂ, നാളെ തന്നെ കൊണ്ട് അടക്കാം കേട്ടോ നമുക്ക്. കേട്ടാ, എന്നിപ്പോ എവിടെ താമസം? താമസിച്ചിട്ടില്ല, ഇവിടെ തന്നെ ഇരിപ്പാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് അതിന്റെ ചാവി എത്തിച്ചു തരാൻ പറ്റുമോ നോക്കാം കേട്ടാ. അപ്പൊ തന്നെ സ്വരാജ് ഓടി പോകുന്ന. സ്വരാജ് എന്നെ വിളിച്ചിരുന്നു, അങ്ങ് പറഞ്ഞ കാര്യമൊക്കെ എന്നോട് പറഞ്ഞിരുന്നു, കൃത്യം ഞങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. എന്തായാലും അത് ആ കുടുംബത്തിന് അന്ന് രാത്റി തന്നെ. അതിനുശേഷം പിന്നെ ഞാൻ ഓഫീസിൽ പോയി മീറ്റിംഗിൽ കയറി, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. വളരെയധികം സന്തോഷമുണ്ട്. യൂസഫ് സാറില്ലെങ്കിൽ ജീവിതം ഉണ്ടാവൂല. ഇനി പിള്ളേരെ നല്ല രീതിയിൽ നോക്കി പഠിപ്പിച്ച് നല്ല ഇതായിട്ട് പോകണം, മുന്നോട്ട് ജോലി കിട്ടും. യൂസഫ് സലാമ പ്രത്യേകിച്ച് നന്ദി പറയണം.